ഹായ് കൂട്ടുകാരെ, മൺചട്ടിയിൽ ഒരു ചക്കക്കൂട്ടാൻ പരിചയപ്പെടുത്താം. നല്ല സ്വാദുള്ള ഒരു ചക്കക്കൂട്ടാൻ. ഇവിടെ ഞാൻ വെള്ളം കുറച്ച് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. ചക്ക ഇപ്പോൾ ഒരു 1/2 കിലോളം എടുത്തിട്ടുണ്ട്. നല്ല മൂത്ത ചക്കയാണ്. പുളിക്കാൻ പാടില്ല, അതായത് മധുരം പാടില്ല. ഒരു അരമുറി നാളികേരം ചിരവി എടുത്തിട്ടുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു അരയ്ക്കാൻ കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കുരുമുളക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ, 1/4 ടീസ്പൂൺ അളവിൽ ചെറുജീരകം, ഒരു കുടമല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി കൂടി അരയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് എടുക്കാം. വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർ ചുവന്നുള്ളി ചേർത്താലും മതിയാകും. എനിക്ക് വെളുത്തുള്ളി ഇഷ്ടമാണ്. ചക്കയുടെ ഗ്യാസൊക്കെ പോയി കിട്ടും. ഇപ്പോൾ ഇതാ തിളച്ച് ചൂടായി വന്നിട്ടുണ്ട്. വെള്ളം, അതിലേക്ക് ഞാൻ ഈ ചക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ചക്ക കഷ്ണങ്ങൾ നല്ലപോലെ വെന്ത് വരണം. പക്ഷേ വെന്ത് പായസമാവാനും പാടില്ല, ഉടഞ്ഞു പോകാനും പാടില്ല. അങ്ങനെ ഒരു പരുവത്തിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. പാകത്തിന് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഈ അരയ്ക്കേണ്ട സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ല പോലെ ഒരിക്കലും അരയരുത്. അവിയലിന് ചതയ്ക്കും പോലെ ആ ഒരു അളവിലാണ് ഇങ്ങനെ ചതച്ചെടുക്കേണ്ടത്. ഇതിന് നല്ല രുചിയായിരിക്കും. ഇതിലൊട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് തിളച്ച് നല്ല പോലെ വെന്ത ചക്കയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി പാകമായി വന്നിട്ടുണ്ട്. നല്ല ഒരു പരുവായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ ചതച്ചതിട്ട് കൊടുത്ത് ഈ ചതച്ചതും ചക്കയും കൂടി നല്ല പോലെ ഇളക്കി ഒന്ന് വേവിച്ച് എടുക്കണം. ഒന്നും കൂടി ഒന്ന് വേവിച്ച് എടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നാളികേരം നല്ല പോലെ അരയരുത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കട്ടെ. ഇപ്പോൾ ഇതാ ചക്കയും അരപ്പും ഒക്കെ കുറുങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നല്ല സ്വാദാണിത് ചൂടോടുകൂടി കൂട്ടാൻ. ഇനി ഇതിലേക്ക് വറുത്തിടാനാണ് പോകുന്നത്. സവാളയാണ് വറുത്തിടുന്നത്, വട്ടത്തിലരിഞ്ഞ ശേഷം. എത്ര സവാള ചേർക്കുന്നുവോ അത്രയും ടേസ്റ്റാണ് ഈ കറിക്ക്. ഞാൻ 2 എണ്ണമാണിപ്പോൾ എടുത്തിട്ടുള്ളത്. ചെറിയ 2 വലിയുള്ളി അഥവാ സവാള. ഒപ്പം തന്നെ അതിനോടൊപ്പം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കെടുത്ത് കറിയിലേക്ക് വറുത്ത് കൊട്ടാം. സ്വാദിഷ്ടമായ ചക്കക്കറി റെഡി.